ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ വീണ്ടും വെടിക്കെട്ട് സെഞ്ചുറി നേടിയ മലയാളി താരം സഞ്ജു സാംസണെ ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ. സെഞ്ചുറിക്ക് ശേഷം കഴിഞ്ഞ 2 മത്സരങ്ങളിലും 0-ന് പുറത്തായപ്പോൾ സോഷ്യൽ മീഡിയയിൽ സഞ്ജുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളായിരുന്നു വന്നിരുന്നത്. സഞ്ജു വീണ്ടും പഴയ സഞ്ജുവായി മാറിയെന്നും അവസരങ്ങൾ വെറുതെ പാഴാക്കുകയാണ് സഞ്ജുവെന്നും ഉൾപ്പെടെ രൂക്ഷ വിമർശനങ്ങളാണ് സഞ്ജുവിന് നേരിടേണ്ടതായി വന്നത്. എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യിൽ നിർണായക സെഞ്ചുറി അടിച്ചെടുത്ത് വിമർശകരുടെ വായടപ്പിക്കുന്ന പ്രകടനമാണ് സഞ്ജു ഇപ്പോൾ കാഴ്ചവെച്ചിരിക്കുന്നത്. ജോഹന്നാസ്ബർഗിൽ നടന്ന 4ാം T20യിൽ 56 പന്തിൽ പുറത്താവാതെ 9 സിക്സറുകളും 6 ബൗണ്ടറിയും സഹിതം 109 റൺസാണ് സഞ്ജു അടിച്ചെടുത്തത്. അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ നേടുന്ന താരമെന്നുള്ള റെക്കോർഡാണ് ഇപ്പോൾ സഞ്ജു സ്വന്തം പേരിൽ കുറിച്ചത്. ഇതിനു പുറമെ ഇന്ത്യൻ ടീമിനുള്ളിൽ തന്നെ പല റെക്കോർഡുകളും ഇപ്പോൾ സഞ്ജു സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി നേടിയ താരങ്ങളുടെ പട്ടികയിൽ 3ാം സ്ഥാനത്തെത്താനും സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട്. 5 സെഞ്ചുറി നേടിയ രോഹിത് ശർമ്മയും 4 സെഞ്ചുറി പൂർത്തിയാക്കിയ സൂര്യകുമാർ യാദവുമാണ് സഞ്ജുവിന് മുൻപിലുള്ള 2 താരങ്ങൾ. ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്ററുടെ ഏറ്റവും മികച്ച T20 പ്രകടനങ്ങളാണ് ഇപ്പോൾ സഞ്ജു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച പാർട്ട്ണർഷിപ്പുകളിൽ ഒന്നാണ് ഇന്നലെ തിലക് വർമ്മയും സഞ്ജുവും കൂടി സ്വന്തമാക്കിയത്. മറുഭാഗത്ത് 4ാം T20യിൽ ടീം ഇന്ത്യ വിജയം സ്വന്തമാക്കിയതിനു ശേഷം നിർണായക പ്രതികരണവുമായി ഗൗതം ഗംഭീർ രംഗത്തെത്തിയിരുന്നു. നിലവിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിക്കായി സീനിയർ താരങ്ങളോടൊപ്പമുള്ള തയ്യാറെടുപ്പിലാണ് ഗംഭീർ. എന്നാൽ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിൽ ടീം ഇന്ത്യയുടെ മികച്ച പ്രകടനത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെയാണ് ഗംഭീർ പ്രതികരിച്ചത്. സഞ്ജുവിന്റെയും തിലക് വർമ്മയുടെയും പ്രകടനങ്ങളെ എടുത്ത് പ്രശംസിച്ച ഗൗതം ഗംഭീർ തന്റെ പ്രിയ ശിഷ്യനായ സഞ്ജുവിനെ പുകഴ്ത്താനും മറന്നില്ല. സഞ്ജുവിന്റെ പ്രകടനത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ല, എല്ലാം അവന്റെ കഴിവുകൊണ്ട് തന്നെ ചെയ്യുന്നതാണ്. അവനെ കൃത്യമായ അവസരം കൊടുക്കുക എന്നത് മാത്രമാണ് എൻ്റെ പക്കലുണ്ടായിരുന്ന ചുമതല. ബംഗ്ലാദേശിനെതിരായ മത്സരത്തിലും സഞ്ജുവിന്റെ മികവ് നമ്മൾ കണ്ടതാണ്. സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിലും അവൻ നടത്തുന്ന ഹാർഡ് വർക്കിന് റിസൾട്ട് ലഭിച്ചിട്ടുണ്ട്. അവനിപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു തുടക്കം മാത്രമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിന് നിരവധി സംഭാവനകൾ അവന് നൽകാനായി സാധിക്കും. T20 ഫോർമാറ്റിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാതെ ശ്രദ്ധേയമായ പ്രകടനങ്ങൾ നടത്തിയ താരങ്ങൾക്ക് എല്ലാ ഫോർമാറ്റിലുമുള്ള അവസരം ഉറപ്പാക്കുമെന്നും ഗംഭീർ പ്രതികരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും T20 ഫോർമാറ്റിന് പുറമെ ടെസ്റ്റ്, ഏകദിന ഫോർമാറ്റുകളിലേക്ക് കൂടി സഞ്ജുവിനെ സ്ഥിരതാരമായി പരിഗണിക്കാനുള്ള നീക്കമാണ് ഇവിടെ ടീം മാനേജ്മെന്റ് നടത്തുന്നത് എന്ന സൂചനയാണ് ഗംഭീർ നൽകുന്നത്. ഗംഭീറിനെ പോലെ സപ്പോർട്ടീവായിട്ടുള്ള കോച്ച് എത്തിയ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും മറ്റ് ഫോർമാറ്റുകളിലേക്കും ഇന്ത്യൻ കുപ്പായത്തിൽ സഞ്ജുവിനെ കാണാനായി സാധിക്കും. സഞ്ജുവിന് ഏറ്റവും മികച്ച പിന്തുണയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും ഇപ്പോൾ നൽകുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.